ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ടൈം വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നത്തെ ഉച്ചയൂണ് എന്താണെന്ന് കാണാം. അതിൻ്റെ കറികളും എന്തൊക്കെ കറികളും എന്നൊക്കെ കാണാം. കുറേ ദിവസമായി ഞാൻ കുക്കിംഗ് വീഡിയോയിൽ വന്നിട്ട്, അപ്പോൾ ഇന്ന് വന്നിരിക്കുകയാണ്. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടോ? കാണുന്നവർ, ആദ്യമായി കാണുന്നവർ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫുഡിൻ്റെ ആദ്യത്തെ നമ്മുടെ കുക്കിംഗാണ് കേട്ടോ. മീൻകറിയാണ് വയ്ക്കുന്നത്. മീൻകറി വയ്ക്കുന്നത് കൂടുതലായിട്ട് പറയാനൊന്നും ഇല്ല. ഞാൻ എപ്പോഴും വയ്ക്കുന്നത് പോലെ തന്നെയാണ് വയ്ക്കുന്നത്. മുളക് കറിയാണ് വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നു. ചൂരയായതുകൊണ്ട് ഒരുപാട് ഇഞ്ചിയൊക്കെ ഇട്ട് വഴറ്റി കേട്ടോ. അത് കഴിഞ്ഞ് പച്ചമുളകും മുരിങ്ങയ്ക്കായൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് മുളക്, മല്ലി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇത്രയും കൂടെ ഇട്ട് നമ്മൾ കുഴച്ച് വെച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, പുളി നമ്മൾ വടക്കം പുളിയാണ് ഇടുന്നത്. വടക്കം പുളി നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ലതായിട്ടൊന്ന് കലക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. മീൻ ഇന്ന് കിട്ടിയത് നമുക്ക് ചൂരയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ നല്ലതാ തിള വന്നിട്ടുണ്ട് കറിക്ക്. അപ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുന്നു. അതിന് മുന്നേ നമ്മൾ അപ്പുറത്തടുപ്പിൽ കുക്കറിൽ ചീനി വെച്ചിട്ടുണ്ട് കേട്ടോ. ചീനി അവിടെ ആവുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് തോരത്തിന് അതൊന്നും എടുക്കുന്നില്ല. അപ്പോൾ വിഴുക്കിന് നമുക്ക് പാവയ്ക്ക എടുക്കാമെന്ന് വിചാരിച്ചു. വിഴുക്ക് വരട്ടി. അപ്പോൾ പാവയ്ക്ക വിഴുക്ക് വരട്ടി, മീൻ കറി, ചീനി, മീൻ വറുത്തത്, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് കേട്ടോ. അപ്പോൾ അതിന് മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീൻ കറി അവിടെ കിടന്ന് തിളയ്ക്കട്ടെ. അടുത്തത് നമുക്ക് ചീനി വെച്ചിട്ടുണ്ട് കേട്ടോ. ചീനി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചീനി വെന്തു. അതിന് മുന്നേ പാവയ്ക്ക അമ്മയുടെ കയ്യിലെടുത്ത് കൊടുത്തു കേട്ടോ, വിഴുക്ക് വരട്ടിക്ക് അരിയാനായിട്ട്. അപ്പോൾ അമ്മ അത് അരിഞ്ഞ് വെച്ചു. അപ്പോഴത്തേന് ഞാൻ മീൻ പൊരിക്കാനായിട്ടുള്ളത് പെരട്ടിയും വെച്ചും മീൻ വറുക്കാനും ഇട്ട് കേട്ടോ. മീൻ വറുക്കാനിട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ ചീനി ആയോ എന്ന് നോക്കാം കേട്ടോ. മീൻ വറുക്കാനിട്ടതിന് ശേഷം ചീനി കുറച്ച് നേരമായി നമ്മൾ കുക്കറിൽ വച്ചിട്ട്. കുക്കറിൽ വയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്യാസിന് ലാഭം, നമുക്ക് പെട്ടെന്ന് വേവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ചീനി നമുക്ക് വെന്ത് കേട്ടോ. അതിന് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു, ഉപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ ചീനി റെഡിയായി. ഇവിടെ ചീനി നന്നായിട്ട് കുഴച്ച് കൊടുക്കണം കേട്ടോ. തേങ്ങയൊക്കെ ഇടുമ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ച് ആ തേങ്ങയുടെ പച്ച മണമൊക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞത് ആ പാവയ്ക്കൊക്കെ അമ്മ അരിഞ്ഞുകൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് പാവയ്ക്ക വയ്ക്കാം. ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് തിളച്ച് നമുക്ക് അതിനകത്തോട്ടിടാം കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു, എന്നിട്ട് കടുക് ഇട്ട് കൊടുത്തു. കറിവേപ്പില നമുക്ക് അത്ര ഇപ്പം ആർക്കും ഒന്നും പിടിക്കുന്നില്ല. അത് മാത്രമല്ല, സത്യം പറയാം, കറിവേപ്പില നമുക്കിപ്പോൾ ഒരിടത്തുനിന്ന് കിട്ടുന്നില്ല കൂടുതലായിട്ട്. അതാണ് സത്യം. അതുകൊണ്ട് നമ്മളിപ്പോൾ കറിവേപ്പില പിടിക്കാത്തതുമല്ല, വേണ്ടെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ പാവയ്ക്ക ഇട്ട് കൊടുത്തു കേട്ടോ. പാവയ്ക്ക നമുക്ക് കഴിക്കാതിരിക്കാൻ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കണം. പക്ഷെ തക്കാളി ഇല്ലാത്ത കാരണം ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പാവയ്ക്കയും ഉള്ളിയും പച്ചമുളകും എല്ലാം ഇട്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വെച്ചിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ കൂടെ തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം അത് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് പാവയ്ക്ക റെഡിയാവും. അപ്പോൾ വീണ്ടും ഞാൻ തുറന്ന് നോക്കി. അപ്പോൾ കുറച്ച് വെന്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി ഇരിക്കണം കേട്ടോ. എന്നാലും പാവയ്ക്ക ഒരുപാട് വെന്ത് വരുമ്പോഴും നമുക്ക് ഒരുപാട് കയ്പ്പറിയത്തില്ല. അപ്പോൾ നന്നായിട്ട്
പാവയ്ക്ക നന്നായിട്ട് വാടി നല്ല കുഴഞ്ഞ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് കഴിക്കുമ്പോൾ നമുക്ക് അധികം കയ്പ്പ് തോന്നത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുഡ് ഉച്ചയൂടെന്ന് പറയുന്നത് നമുക്കിന്ന് ചോറ്, നല്ല ചമ്പാവരി ചോറ്, പിന്നെ നമുക്ക് മീൻകറി ഉണ്ടോ, പിന്നെ നമുക്ക് ചീനി, അത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ വറുത്തത്. ഇന്ന് ഇത്രയാണ്. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ